വലിയ ഭൂരിപക്ഷത്തിൽ UDF ഭരിക്കുന്നയിടമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ വലിയ അട്ടിമറികളൊന്നും മലപ്പുറത്തുണ്ടാകാനിടയില്ല. ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുള്ളത് മുന്നണികളെ എങ്ങനെ ബാധിക്കുമെന്നതും നോക്കിക്കാണേണ്ടതാണ്. മലപ്പുറത്തെ വിവരങ്ങൾ നൽകാൻ ജംഷീർ കൊടിഞ്ഞു ചേരുന്നു. ജംഷീർ, എങ്ങനെയുണ്ട് മലപ്പുറത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെല്ലാം, എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? ഭാരതീയ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതാണ്, മലപ്പുറത്ത് എല്ലാ കാലത്തും മുസ്ലിം ലീഗിനും UDFനും വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. മൊത്തത്തിൽ തന്നെ അങ്ങനെ ഒരു ജില്ലയാണ് മലപ്പുറം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് വന്നതിന് ശേഷം അതിനു മുൻപ് ജില്ലാ കൗൺസിലായിരുന്ന സമയം 91-ൽ ജില്ലാ കൗൺസിലായി നിലവിൽ വന്ന സമയം മുതൽ 95-ൽ ജില്ലാ പഞ്ചായത്ത് ആയി മുതൽ ഇങ്ങോട്ടേക്ക് അവിടെ മുസ്ലിം ലീഗിന്റെ വലിയ ഒരു ആധിപത്യം തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ അട്ടിമറികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങളോ ഒന്നും തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ വരും കാലങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിലെ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകളുടെ കണക്കുകൾ നോക്കുമ്പോൾ നിലവിൽ നേരത്തെ 32 ആയിരുന്നു. ഇപ്പോൾ വാർഡ് വിഭജനത്തിന് ശേഷം ഒരു ഡിവിഷനും കൂടി 33 ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ UDF 27-ഉം LDF 5-ഉമാണ്. അതിൽ LDF 5 സീറ്റിൽ ഒരു സീറ്റ് CPIയുടേതാണ്. പെരുമ്പടപ്പിൽ നിന്നുള്ള ഒരു സീറ്റ് CPIയുടേതാണ്. ബാക്കി 4 CPMനും 27 എന്ന മൃഗീയമായ ഭൂരിപക്ഷമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 5 കോൺഗ്രസ് ആണ്, ബാക്കി 22 മുസ്ലിം ലീഗാണ് എന്നുള്ളത്. എല്ലാ കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിന്നിട്ടുള്ള ഒരു ജില്ലയും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുമാണ് മലപ്പുറം എന്നുള്ളതാണ്. അത് ഈ തദ്ദേശ സ്വയംഭരണ മറ്റു സ്ഥാപനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ അത്തരത്തിൽ തന്നെയാണ്. ക്ഷമിക്കണം, നഗരസഭകൾ എടുക്കുകയാണെങ്കിലൊക്കെ UDFന് വലിയ ആധിപത്യം ഉള്ള ഒരു ഇടം തന്നെയാണ് മലപ്പുറം എന്നുള്ളതാണ്. ഇത്തവണയും മറിച്ചൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ PV അൻവറും തൃണമൂലും ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ LDFനും ഉണ്ടായിരുന്ന PV അൻവർ ഇപ്പോൾ UDFന് അനുകൂലമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ നിലമ്പൂർ മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ള ഇടങ്ങളിൽ, വഴിക്കടവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് UDFന് അനുകൂലമാകുമോ, LDFനെ ബാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു പക്ഷേ UDFന് ഗുണം ചെയ്യുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ UDFന് കൂടുതൽ ഗുണം ആവും എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളും പടലപ്പിണക്കളും ഒക്കെ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ്, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ ചിലയിടങ്ങളിലൊക്കെ പ്രാദേശിക വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ടോട്ടലി ജില്ലയിലെ ഒരു ചിത്രത്തെ ഒന്നും മാറ്റിമറിക്കാനോ തക്ക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എല്ലാ കാലത്തും UDFനൊപ്പം നിന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്താണ്. ഇത്തവണയും അത് തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.